വാർത്തകളിലേക്ക് വിശദമായി വരുമ്പോൾ ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ ഹിമപാതത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൗത്യം രണ്ടാം ദിവസത്തിൽ ആണ്. 22 പേരെയാണ് ഇനി രക്ഷിക്കാനുള്ളത്. അതേസമയം പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തുടരുകയാണ്. രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന്. രാകേഷ്, മഞ്ഞ് പുതഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം ആണ്. ഏതാണ്ട് കാൽമുട്ടിനു മുകളിലേക്ക് അരയുടെ ഭാഗത്തോളം പോലും മഞ്ഞിൽ ആണ്ടുപോകുന്ന സാഹചര്യമാണുള്ളത്. എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുന്നത്? അഭിലാഷ്, ആശങ്ക ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഇന്നലെ കാലത്ത് ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത്. 55 പേരാണ് ഈ തൊഴിലാളികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 33 പേരെ ഇന്നലെ പകൽ മുഴുവൻ നീണ്ട രക്ഷാപ്രവർത്തനൊടുവിൽ അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായി. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. ഇവരെയൊക്കെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 22 പേർ ഈ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ആശങ്കയ്ക്ക് ഇടയാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തുടരുന്നത് ഒരു മോശം കാലാവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്നലെ വൈകിട്ട് വരെ രക്ഷാപ്രവർത്തനം നടത്തി. പക്ഷേ അതിനുശേഷം രക്ഷാപ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം കനത്ത മഞ്ഞുവീഴ്ച അവിടെ തുടരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ രാവിലെ ഏതായാലും രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 22 പേരാണ് ഇപ്പോൾ മഞ്ഞിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. കൂടുതൽ സൈനികർ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആശങ്കയ്ക്ക് ഇട നൽകുന്നത് ഇപ്പോഴും അവിടെ മോശം കാലാവസ്ഥ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും 6 അടി വരെ താഴ്ചയിലാണ് ഈ ആളുകൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ, ഒപ്പം തന്നെ ഉത്തരാഖണ്ഡ് സർക്കാർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നീക്കം ചെയ്തുകൊണ്ട് വേണം ഇവരെ രക്ഷപ്പെടുത്താൻ. ആ ശ്രമങ്ങളാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ഏതായാലും തന്ത്രപ്രധാനമായ റോഡിലാണ് ഇപ്പോൾ ഈ അപകടമുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബദ്രിനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ അകലെ ഡെറാഡൂണിൽ നിന്ന് 260 കിലോമീറ്റർ മേഖല, പ്രത്യേകിച്ച് ചൈനീസ് അതിർത്തിയിലേക്കുള്ള ഒരു തന്ത്രപ്രധാന റോഡിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും കൂടുതൽ സൈനികരെ അടക്കം അവിടെ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സ്ഥിതികൾ വിലയിരുത്തുന്നുണ്ട്. ഉത്തരാഖണ്ഡ് സർക്കാർ നേരിട്ട് ഇതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്നുണ്ട്.